ഒരു കുടുംബത്തിലെ 3 പേരെ അരുംകൊല ചെയ്ത കൊടും ക്രൂരതയെ വാക്കുകൾ കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാനാകില്ല. പോലീസിനെയും കേരള സമൂഹത്തെയും ആകെ കുഴപ്പിച്ച കൊടും കുറ്റവാളിയാണ് ചെന്താമര. എന്താ പറയാ, വെളി വിടാതെ അയാൾ കൊല്ലണം. ഇനിയും ഇയാളുടെ നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ കൊല്ലില്ലെന്ന് എന്താ ഉറപ്പ്? അപ്പൊ അയാളിനെ അതിനെക്കാട്ടി നല്ലത് കൊല്ലണതല്ലേ. ആ ചേച്ചി മരണത്തിന്റെ പ്രതീകമാണ്. ഒരു ഞെട്ടലോടെയല്ലാതെ ആ പേര് ഓർക്കാൻ പോലും കഴിയില്ല. ചെന്താമരയെ ഭയന്ന് ജനിച്ച നാടും വീടും വിട്ട് ഓടിപ്പോയവർ അനവധി. എന്നെങ്കിലും അയാൾ തിരിച്ചെത്തിയാൽ തങ്ങളുടെ ജീവനും എടുക്കുമെന്നവർ ഭയപ്പെടുന്നു. നെല്ലിയാമ്പതി പൊള്ളാച്ചി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറായിരുന്നു ചെന്താമര. അക്കാലത്താണ് നെല്ലിച്ചോടുള്ള യുവതിയുമായി പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. വിവാഹശേഷം പ്രണയം സംശയത്തിലേക്ക് വഴിമാറി. ഒരിക്കൽ തർക്കത്തിനിടെ ഭാര്യയെ കൊടുവാൾ കൊണ്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും അവർ പിണങ്ങിപ്പോവുകയും ചെയ്തു. കടുത്ത അന്ധവിശ്വാസിയായിരുന്നു ചെന്താമര. നീളമുള്ള മുടിയുള്ള സ്ത്രീയാണ് കുടുംബം തകർത്തതെന്ന ജോത്സ്യന്റെ വാക്കുകളാണ് അയൽവാസിയായ സജിതയോടും കുടുംബത്തോടും വിരോധമുണ്ടാകാൻ കാരണം. 2019 ഓഗസ്റ്റ് 1 ചെന്താമര സജിതയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി. ജയിലിലായിട്ടും പ്രതികാരം കാത്തുസൂക്ഷിച്ച ചെന്താമര ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ അടുത്ത കൊലപാതകങ്ങളും ആസൂത്രണം ചെയ്തു. പഞ്ചായത്ത് പരിധിയിൽ കയറരുതെന്ന ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നതിന് പോലീസ് നോക്കുകുത്തിയായപ്പോൾ പകരം നൽകേണ്ടി വന്നത് 2 ജീവനുകൾ. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര കൊലപ്പെടുത്തി. ഇരട്ട കൊലപാതകങ്ങൾക്ക് പിന്നാലെ ചിരപരിചിതമായ വനമേഖലയിൽ ഒളിച്ചിരുന്നു. 2 പകലും 2 രാത്രിയും പോലീസിനെയും നാട്ടുകാരെയും വട്ടം കറക്കി. ഒടുവിൽ വയറു വിശന്നപ്പോൾ ഭക്ഷണം തേടി മലയിറങ്ങിയ ചെന്താമര പിടിയിലായി. മൂന്ന് ജീവനെടുത്തിട്ടും പശ്ചാത്താപത്തിന്റെ ഒരംശം പോലും ചെന്താമരയിൽ കണ്ടിട്ടില്ല. തനിക്കെതിരെ മൊഴി നൽകിയവർക്കെതിരെയും കൊലവിളി നടത്തി. 100 വർഷം വേണമെങ്കിലും ശിക്ഷിച്ചോളൂ എന്നായിരുന്നു കോടതിയിലെ മറുപടി. കൊടും ക്രൂരതയുടെ പര്യായമായ ചെന്താമര ജയിലിൽ നിന്നൊരിക്കലും പുറത്തിറങ്ങരുതേ എന്നാണ് നാട്ടുകാരുടെ പ്രാർത്ഥന. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.